സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാലടയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ പാലടയുടെ ലുക്കിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലിന് 1 മണിക്കൂർ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 പാക്കറ്റ് പാലിൽ 3 പാക്കറ്റ് പാലും 1/2 ലിറ്റർ വെള്ളവും കുക്കറിലേക്ക് ഒഴിച്ച് 1 മണിക്കൂർ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് പാൽ ആദ്യം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം വെയിറ്റൊക്കെ ഇട്ട് അടച്ച് ഏറ്റവും ചെറിയ അടുപ്പിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് വേണം 1 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞതൊരു 3/4 മണിക്കൂർ വേവിക്കണം കേട്ടോ. അപ്പോൾ പാലിങ്ങനെ തിളച്ച് പൊന്തി വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുക്കർ വെയിറ്റൊക്കെ ഇട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. പിന്നെ സേമിയ ഞാനിവിടെ 325 ഗ്രാമിൻ്റെ പാക്കറ്റിൽ 2 പിടുത്തം മാറ്റിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ എന്താ പറയുക നെയ്യിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം 2 ടൈപ്പിലുള്ള സേമിയയും വറുത്തതും വറുക്കാത്തതും ഇടുമ്പോൾ പായസത്തിൻ്റെ എല്ലാ ഭാഗത്തും സേമിയയും കിടക്കും. പിന്നെ കടിക്കുമ്പോൾ 2 തരം ഫീല് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ പാല് 12:30 വെച്ച് ഏകദേശം 1:30 ആയപ്പോഴത്തേക്കും തുറന്നു. പിന്നെ മൊത്തം തണുത്തതിന് ശേഷമാണ് കേട്ടോ കുക്കർ തുറക്കാമോ, അപ്പോഴാണ് നല്ല കളർ കിട്ടുക. അപ്പോൾ വീണ്ടും അടുപ്പ് കത്തിച്ച് നമ്മുടെ പാലിൻ്റെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇട്ട് വറുത്ത സേമിയ ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറേശ്ശെ ഇട്ട് ഇളക്കിലേ കട്ട പിടിക്കും കേട്ടോ. പിന്നെ 2 കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുത്ത സേമിയ ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും വറുക്കാത്ത ബാക്കി ഇരുന്ന സേമിയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 4 പാക്കറ്റിൽ 1 പാക്കറ്റ് 3 പാക്കറ്റ് ആദ്യം എടുത്തു, 1 പാക്കറ്റ് ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മധുരോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്കിവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു രസമൊക്കെ അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് കളറൊന്നും കിട്ടിയില്ല. ഒരു ഇത്തിരിയും കൂടെ ഗോൾഡൻ കളറായിട്ട് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ ക്യാരമലൈസ് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുക്കാനുണ്ട് കേട്ടോ. പായസമൊക്കെ ഏകദേശം അവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നല്ല ചൂടായ നെയ്യിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കിലുക്കി എടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് കരിയാതെ നമുക്ക് ആയി കിട്ടാറുണ്ട്. പിന്നെ ഏലക്കൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ചേർത്ത് ഞാൻ ഇത്രയും പായസം ഉണ്ടാക്കിയത് നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയിട്ട് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ അയൽവക്കക്കാർക്ക് 5 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു.